ബിഗ് ബോസിൽ നിന്ന് പുറത്തായ ശേഷം അടി കൊടുത്ത് പുറത്തായ ശേഷം റോക്കി ഭായ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ആക്റ്റീവാണ്. അദ്ദേഹത്തിന് തിരിച്ച് ബിഗ് ബോസിൽ കയറണമെന്ന് വലിയ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത് നടക്കില്ല എന്ന് മനസ്സിലായി. എന്തായാലും അദ്ദേഹത്തിന് കുറേ ആരാധകർ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയായിരുന്നു. നല്ല കട്ടയ്ക്ക് കലിപ്പൊക്കെ കാണിച്ച് വഴക്കുണ്ടാക്കാനും അവിടെ സ്ട്രാറ്റജി ഒക്കെ എടുത്തിട്ട് കളിക്കാനൊക്കെ മിടുക്കനായിരുന്നു. എന്തായാലും ഒരൊറ്റ നിമിഷത്തിലെ താളപ്പിഴ കാരണം എല്ലാം തച്ചുടച്ചു. എന്തായാലും അദ്ദേഹം ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഒരു പ്രശസ്തി ലഭിച്ച അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ എല്ലാവരിലേക്കും പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം വിഷു കൈനീട്ടമായിട്ട് ഈ നിരാലംബരായ പാവപ്പെട്ടവർക്കൊക്കെ, ഈ വഴിയോര കച്ചവടക്കാരായിട്ടിരിക്കുന്നവർക്കൊക്കെ വിഷു കൈനീട്ടമായിട്ട് ഒരു വലിയ കിറ്റ് കൊടുക്കുകയാണ്. അരിയും പയറും അങ്ങനത്തെ പല സാധനങ്ങളൊക്കെ ചേർന്നൊരു കിറ്റാണ് കൊടുക്കുന്നത്. പൊന്മുടിക്ക് പോകുന്ന റൂട്ടിലാണ് റോക്കി ഇതേപോലത്തെ ഒരു സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും നല്ല കാര്യം തന്നെയാണ്. കാശ് ഉള്ളവർ പോലും അങ്ങനെ പുറമെ സഹായിക്കാനൊന്നും ഇറങ്ങാറില്ല. എന്തായാലും റോക്കി അത് നേരിട്ട് സഹായം എത്തിക്കുന്നത് കാണുമ്പോൾ അത് നല്ല ഒരു സൽപ്രവൃത്തി തന്നെയാണ്. ഒരു നന്മയുള്ള മനസ്സിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, നമുക്ക് മനസ്സിലാകുന്ന ഒരു പാഠം ഇതാണ്: നമ്മളുടെ ആ ശക്തി അല്ലെങ്കിൽ നമ്മുടെ പവറും കഴിവുകളും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് അതിനെ സംരക്ഷിച്ച് ഉപയോഗിക്കണം. അത് മനസ്സിലാക്കി അതിൻ്റെ ആ വാല്യൂ മനസ്സിലാക്കി ഉപയോഗിക്കണം. അത് പെട്ടെന്ന് കൊണ്ടുപോയി തച്ചുടച്ച് കളഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടില്ല. പിന്നെ ആ ഇമേജ് പ്രതിച്ഛായ കിട്ടാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ റോക്കി അവിടെ കുറച്ചുകൂടി സൂക്ഷിച്ച് കളിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ടോപ്പ് 3 വളരെ എളുപ്പത്തിൽ എത്താമായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു അവസരം നഷ്ടപ്പെടുത്തിയപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ അവസരങ്ങൾ കളയാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.